പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഈ അൾത്താരയിൽ നിർത്താൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും ഹൃദയം നിറഞ്ഞ അനന്തകോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് പ്രിജി ശ്രീകുമാർ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ പ്രമീള, ഇതെൻ്റെ മക്കൾ അനുശ്രീ, അനുപം, ശ്രീദേവ്. ഞാൻ ഉടമ്പടി ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് യൂട്യൂബിലൂടെയാണ്. എൻ്റെ അമ്മയാണ് അറിഞ്ഞത്. അമ്മ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയും കൃപാസനത്തിലെ ധ്യാനങ്ങൾ കേൾക്കുകയും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും അമ്മ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഇടയ്ക്ക് അമ്മയുടെ ഒരു മനസ്സിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം ഞാനുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം കിട്ടി. അതൊരു സുഗന്ധാഭിഷേകം ആണെന്ന് സാക്ഷ്യങ്ങൾക്ക് വെക്കുന്നതിലൂടെ അമ്മയ്ക്ക് മനസ്സിലായി. കാരണം അതെനിക്ക് അനുഭവപ്പെട്ടില്ല, അമ്മയ്ക്ക് മാത്രമേ അത് അനുഭവപ്പെട്ടുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരണം, അമ്മ മാതാവെ വന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളിവിടെ വന്നു. ഞങ്ങളൊരു ഹിന്ദുസാണ് എങ്കിലും ഞങ്ങൾ പണ്ട് പോലെ ചർച്ചിലും അപ്പോൾ മാതാവിനെയും ഈശോയും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും മാതാവും ഈശോയും തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൃപാസനം ചർച്ചിൽ വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നില്ലേ എന്ന്. ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സാധാ എല്ലാ ചർച്ചിൽ പോകും പോലെ പ്രാർത്ഥിച്ച് പോവുക, അതിനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിവിടെ നിന്ന് നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങി ഇവിടെ ഒരു ദിവസം നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അമ്മയടുത്ത് യാത്ര ചോദിക്കാനായിട്ട് വന്നു. ഇവിടെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മയുടെ അവിടെ ഒന്ന് യാത്ര ചോദിച്ച് തിരിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അമ്മയെ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയ സമയത്ത് അമ്മയെ അവിടെ കാണുന്നില്ല. ഫുള്ള് ഇരുട്ടായിട്ട് കാണുന്നു. ഞങ്ങൾ അവിടെ കറണ്ട് പോയിട്ട് അവിടുത്തെ ലൈറ്റ് ഫുള്ള് പോയി. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കിയിട്ടും അമ്മയെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നം വരാൻ പോവുകയാണ്. അതിനുള്ള അടയാളം അമ്മ കാണിച്ചതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ വിഷമത്തിൽ തന്നെയാണ് പോയത്. പോയിട്ട് നാട്ടിലോട്ട് വന്നായിരുന്നു. വീട്ടിൽ പോയ സമയത്ത് അമ്മ ഒന്ന് വീഴുകയുണ്ടായി. ആ വീഴ്ചയിൽ അമ്മയ്ക്ക് നടുവിന് വേദന വന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അമ്മയുടെ നടുവിന് പൊട്ടലുണ്ട്, ബെഡ് റെസ്റ്റ് വേണം, അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് തിരിച്ച് ബാംഗ്ലൂരിൽ പോകണം, മക്കൾക്ക് ക്ലാസ് നടക്കുകയാണ്. അന്നേരം എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് വാങ്ങിച്ച ഉപ്പും തേനും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് അമ്മയുടെ നടുവിൽ ഇട്ട് കൊടുക്കുകയും അമ്മയ്ക്ക് വേദന കുറയുകയും ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ടും അമ്മയ്ക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത് കാരണം BP വേരിയേഷൻസ് വന്നുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് എല്ലാ അസ്വസ്ഥതകളും കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ BPക്കുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തിട്ടും അമ്മയ്ക്ക് ഒന്നും നോർമൽ ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോഴേക്കും അമ്മയ്ക്കൊരു പനി വന്നു. അപ്പോൾ ആ പനിയെ തുടർന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻസൊക്കെ ബോഡിയിൽ കാണുന്നുണ്ട്, ഫുൾ നല്ല തറവായിട്ട് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ വയറിലെ അൾട്രാസൗണ്ട് സ്കാനിങ് റിപ്പോർട്ടിൽ അമ്മയ്ക്ക് ലിവറിൽ കുറച്ച് അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം, MRI ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് എല്ലാ ടെസ്റ്റ് ചെയ്യാനും ഒരു ടാബ്ലറ്റ് എടുക്കാൻ വരെ അമ്മയ്ക്ക് പേടിയാണ്. കാരണം അമ്മയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാബ്ലറ്റ്സിന് അലർജി ആയിട്ട് നല്ല ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ് അമ്മ. അപ്പോൾ അമ്മ എല്ലാത്തിനും നല്ല പേടിയാണ്. അപ്പം ഡോക്ടർ MRI സ്കാൻ റിപ്പോർട്ട് കഴിഞ്ഞ് ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു അമ്മയ്ക്ക് 90% ഞങ്ങൾക്ക് കൺഫേമാണ്, ക്യാൻസറാണ് ലിവറിൽ. ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബയോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഡോക്ടർ. ക്യാൻസറിൻ്റെ 2nd സ്റ്റേജാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോയത് എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ടാണ്. ഉടമ്പടി ജീവിതം നയിക്കണം അത് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ ആ 10% ഞാൻ ദൈവത്തിൽ കൊടുത്ത് വിശ്വസിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും മാതാവ് വയ്ക്കില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് തന്നെ അമ്മയുടെ ഒരൊറ്റ നിയോഗം വെച്ച് മാത്രം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഞാൻ ഒരൊറ്റ നിയോഗം എഴുതിയ സമയത്ത് ഒരു ഡോക്ടർ റൂമിൽ വരെയും എൻ്റെ കൈ പ്രസ്സായി ആ ഒരു ഉടമ്പടി മാത്രം വെച്ച് സബ്മിറ്റായി ഉടമ്പടി. അപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസമായി അമ്മ എൻ്റെ അമ്മയെ ഏറ്റെടുത്തു, എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മയും വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, ഞാൻ ജീവിതകാലം മുഴുവനും ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുമെന്നും പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായി ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ആ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ അമ്മയെ നോക്കാൻ ഒരു സിസ്റ്റർ വന്നു. ആ സിസ്റ്ററും കൃപാസനത്തിലെ ജപമാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു. സിസ്റ്റർ ഉടമ്പടിയെക്കുറിച്ച് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ ചെയ്തു. എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം കുറച്ച് ഞാൻ പേടി തോന്നുന്ന സമയങ്ങളിൽ ഞാൻ സാക്ഷ്യങ്ങൾ നിരന്തരം വായിച്ച സാക്ഷ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യം കിട്ടുമായിരുന്നു. അങ്ങനെ ഓരോ ടെസ്റ്റിനും MRIക്കും സ്കാനിങ്ങിനും ഒക്കെ അമ്മയെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വിശുദ്ധ ഉപ്പും എൻ്റെ കയ്യിൽ തൈലമില്ലായിരുന്നു, ഉപ്പും തേനും വെച്ച് അമ്മയെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു വിടും. അതിൻ്റെ ഫലമായിട്ട് ആ സ്കാനിങ് റൂമിൽ ഞാൻ കൂടി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ധൈര്യമാണ്. അതുപോലെ എന്നെപ്പോലെ സ്നേഹിക്കുന്ന ആരെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്തുണ്ടായിരിക്കും. അപ്പം അമ്മ ധൈര്യമായിട്ട് അമ്മ അത് ചെയ്തിട്ട് വരും. എന്നിട്ട് അതിനുശേഷം അമ്മയുടെ എനിക്ക് പനിയൊക്കെ ഇടയ്ക്ക് വരുന്നത് കാരണം ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബയോപ്സി ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന്. അങ്ങനെ ബയോപ്സിക്ക് അമ്മയ്ക്ക് കയറ്റിയ സമയത്ത് ഞാൻ പുറത്ത് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ എനിക്ക് അന്ന് ഒന്നും കാണാതറിയില്ല. ഞാൻ വിശ്വാസ പ്രമാണം മൊബൈലിൽ നോക്കി പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ വിശ്വാസ പ്രമാണം കാണുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന മാത്രമേ എൻ്റെ മൊബൈലിൽ കാണുന്നുള്ളൂ. അപ്പോൾ അമ്മ മാതാവ് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നോട് പറയുവാന്ന് മനസ്സിലായി. ഞാൻ അത് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്കൊരു ഒരു മുല്ലപ്പൂവിൻ്റെ മണം സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ അമ്മ മാതാവ് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആലോചിച്ചു അവരെടുക്കുന്ന ആ സാമ്പിൾ, ആ ഫ്ലൂയിഡിൻ്റെ സാമ്പിൾ എന്നെ ഒന്ന് കാണിച്ചെങ്കിൽ എൻ്റെ ജപമാല അമ്മ മാതാവിൻ്റെ കുരിശൻ വെച്ചിട്ട് ഒന്ന് കുരിശ് വരച്ച് അയക്കാമായിരുന്നു, റിപ്പോർട്ട്സ് ടെസ്റ്റിന് വേണ്ടി അയക്കാമായിരുന്നു എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ സിസ്റ്റർ പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ആ ഫ്ലൂയിഡ് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ അടുത്ത ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ ഓടിച്ചെന്ന് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു അമ്മ മാതാവ് ഇടപെട്ടു എന്ന്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിസൾട്ട് മേടിക്കാൻ വരേണ്ടത്. അന്ന് മെയ് 6-ാം തീയതി ആയിരുന്നു. അന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഉള്ള ടൈമിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പം ഞാൻ ധ്യാനം കാറിലിരുന്ന് കേട്ട് പോവുകയാണ്. അപ്പം അച്ഛൻ്റെ പ്രെയർ ടൈമിൽ ഞാൻ ആലോചിച്ചു അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരീരത്തിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു റിപ്പോർട്ട് നെഗറ്റീവായിരിക്കും എന്ന്. ഉടമ്പടി ധ്യാനം തീർന്നതും ഡോക്ടർ പറഞ്ഞു, ഉടമ്പടി ധ്യാനം കേട്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഞാൻ. അപ്പം അത് കഴിഞ്ഞ ഉടനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു റിപ്പോർട്ട്സ് മേടിക്കാൻ. അത് റിപ്പോർട്ട്സ് മേടിച്ച് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഡോക്ടറെ കാണിച്ചെങ്കിലും ഡോക്ടറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ പറഞ്ഞു അത് ഞങ്ങൾക്ക് എന്തായാലും അത് സർജറി ചെയ്തേ പറ്റുള്ളൂ, ലിവറിൻ്റെ ഒരു പോർഷൻ സർജറി ചെയ്ത് മാറ്റണം, അതങ്ങനെ ബോഡിയിലിരിക്കാൻ പാടില്ല, അതുണ്ടെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും പനി അങ്ങനെ ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും, അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും വലിയൊരു അസുഖത്തിൽ നിന്ന് മാറ്റിയല്ലോ, ഇനി സർജറി അല്ലേ, അത് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അഡ്മിറ്റ് വരാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, എനിക്ക് അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എനിക്ക് എന്തോ വരട്ടെ, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് സർജറി വേണ്ട. അമ്മ ഒത്തിരി പറഞ്ഞ് ഞങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ ഡോക്ടർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ അടുത്തോട്ട് അമ്മയെ കൊണ്ടുവരാനും പറ്റില്ല. അമ്മയ്ക്ക് അത്ര ഹെൽത്ത് നല്ല ഹെൽത്തി ആയിരുന്നില്ല അമ്മ. അതിനാൽ ഞങ്ങൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങാനായിട്ട് നിന്ന സമയത്ത് അതിശക്തമായ മഴയും കാറ്റും കാരണം ഞങ്ങൾക്ക് യാത്ര മുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ മാതാവ് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറയുകയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയില്ല, വേറൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ പോയപ്പോൾ
ഇവിടെ ചെയ്ത എല്ലാ ടെസ്റ്റുകളും ഒന്നുകൂടെ ചെയ്തു, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു അമ്മയ്ക്ക് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു സെൽസ് പോലും അമ്മയുടെ ബോഡിയിലില്ല, അമ്മയ്ക്ക് സർജറിയുടെ ആവശ്യമില്ല, അമ്മയ്ക്ക് ഒരു മെഡിസിൻസും എടുക്കേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് ഇനി എപ്പോഴെങ്കിലും പനി അങ്ങനെ എന്തെങ്കിലും തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാൽ പോലും മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അന്നേരം ഞങ്ങൾ എൻ്റെ കയ്യിൽ ഉപ്പും തേനും മാത്രമേ ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്ത കാരണം അത് വെച്ച് ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. പിന്നെ അതിനുശേഷം അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജമാൽ റാലിക്ക് വന്നിരുന്നു. അന്നേരം അമ്മയും കൊണ്ടുവന്നു. ഇവിടെ വന്നു അച്ഛൻ്റെ ഞങ്ങൾ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ ടോക്കൺ കിട്ടാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ ടോക്കൺ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ടോക്കൺ ഞങ്ങൾക്ക് തിരിച്ചു പോവുകയും വേണമെന്ന്. അപ്പം അച്ഛൻ അത്ര ടയേർഡാണെന്ന് അവരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛൻ അത്ര ടയേർഡാണെങ്കിൽ വേണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ അമ്മയെ പങ്കെടുത്താന്ന് പറഞ്ഞപ്പോൾ അവരെന്തുകൊണ്ടോ ഞാൻ അവിടെ ഇങ്ങനെ അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് നിന്ന സമയത്ത് അവർ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നിങ്ങൾ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനും അച്ഛൻ കൈവച്ച് എൻ്റെ അമ്മയെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനും സെയ്ത്ത് പൂശി കാശിരൂപം കൊടുത്ത് എൻ്റെ അമ്മയെ അനുഗ്രഹിച്ചു അച്ഛൻ. നെക്സ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ്. ഞങ്ങൾ ഇവിടെ ജമാല റാലിക്ക് വരുന്ന വഴിയിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഞങ്ങളുടെ കാറിൻ്റെ ഞങ്ങളുടെ കാറ് ഡിവൈഡറിൽ ഇടിക്കുകയും കാറിൻ്റെ സൈഡിലുള്ള 2 വീലും ഡിവൈഡറിൽ ഇടിച്ച് കയറുകയും നല്ല രീതിയിൽ പൊളിഞ്ഞു പോകും. ഞങ്ങൾക്കിതെന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നൊരു ബ്രേക്ക് പിടിച്ച് വണ്ടി നിന്നു. ഞങ്ങളൊന്ന് ഷെയ്ക്ക് ചെയ്തു, അത്ര മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, ഒരു വലിയ ശബ്ദത്തോടു കൂടി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ടയർ അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നതെന്ന്. ഉടനെ ഞങ്ങൾ ബൈ റോഡിലോട്ട് കാറ് മാറ്റി ആ സ്ഥലത്ത് തന്നെയായിരുന്നു ഒരു വർക്ക്ഷോപ്പ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. രാത്രി 12 മണി സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ റൂം തേടി നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെയൊന്നും റൂമുമില്ല, തൃശ്ശൂരായിരുന്നു സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് ആ വർക്ക്ഷോപ്പിൽ കാണിക്കാനും രാത്രി മുഴുവനും ഞങ്ങൾ കാറിലിരുന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് മാറാനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ റൂമൊന്നും എടുക്കണ്ട, ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നോളൂ, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും. ജോൺസൺ ചേട്ടൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ ഞങ്ങളെ ആ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് കാർ ശരിയാക്കി കിട്ടുന്നത് വരെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തന്നു. ആ ചേട്ടനും കുടുംബത്തിനും നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ജമാൽ റാലി കൂടി തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. ജമാൽ റാലിക്ക് പോയി അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ നന്ദി പറയാനായിട്ട് അമ്മയ്ക്കൊരു നിമിഷം കൊടുക്കാം. എൻ്റെ പേര് പ്രമീള എന്നാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയായ എൻ്റെ അമ്മയ്ക്കും അപ്പയ്ക്കും ഒരുപാട് നന്ദി. എനിക്ക് ഈ പുനർജന്മം നൽകിയ മാതാവിനും അപ്പയ്ക്കും ശതകോടി നന്ദി. എനിക്ക് എൻ്റെ കൊച്ചിലെ എൻ്റെ അപ്പയും അമ്മയും നഷ്ടമായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും പോയി എന്നെ വിട്ട്. ഞാൻ ഏകയായിരുന്നു. ആരുമില്ലാതെ ഇരുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു തീർന്നു എൻ്റെ ജീവിതമെന്ന് കരുതുന്ന സമയങ്ങളിൽ ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകി. ഇപ്പോൾ എനിക്ക് അപ്പയും അമ്മയും എനിക്കുണ്ട്. ഞാൻ അവരുടെ കൂടെ സന്തോഷമായി ജീവിക്കുന്നു. എൻ്റെ മക്കളുടെ കൂടെയും ഞാൻ സന്തോഷമായി ജീവിക്കുന്നു. എനിക്കിങ്ങനെ ഒരു 2ാം ജന്മം നൽകിയ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു കോടി നന്ദി. എൻ്റെ ജോസഫ് അച്ഛന് ആരോഗ്യ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനകോടികൾക്ക് ആശ്വാസമാകാൻ എൻ്റെ അപ്പ ജോസഫ് അച്ഛന് ആരോഗ്യ സൗഖ്യം എൻ്റെ അമ്മയും അപ്പയും നൽകണമേ എന്ന് ഞാൻ ഇതോടുകൂടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേറെ ഒന്നുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടുന്ന് കന്നഡ, തമിഴ് പത്രം കർണാടകയിൽ ചർച്ചിൽ കൊടുക്കാറുണ്ട്. ചർച്ചിൽ ക്രിസ്ത്യൻസ് അല്ല, അവിടെ ഹിന്ദുസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അക്രൈസ്തവരുടെ ഇടയിൽ ഞങ്ങൾക്ക് കൂടുതൽ കൊടുത്ത് അമ്മയെക്കുറിച്ച് പറയാനും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കാറുണ്ട്. വീടുകളിലും കടകളിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ
കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഓർഫനേജിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ഫുഡ് കൊടുക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കാറുണ്ട്. പഠന സഹായം ചെയ്യാറുണ്ട്. പിന്നെ വിശന്നിരിക്കുന്ന റോഡ് സൈഡിലൊക്കെ വിശന്നിരിക്കുന്നവർക്ക് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് മേടിച്ച് കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഉടമ്പടി ധ്യാനം, സായന പ്രാർത്ഥന, ജപമാല, ബൈബിൾ റീഡിങ്, ഉപവാസം ഇതെല്ലാം ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ കുർബാന കൂടാൻ പോകാറുണ്ട്. കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന, കൊന്ത, ഡെയിലി ബ്രെഡ്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ബൈബിൾ വായന. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാന ഇത് ചെയ്യാൻ പറ്റില്ല. മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ട്. ഞങ്ങളുടെ മെഴുകുതിരിയിൽ എപ്പോഴും അമ്മ മാതാവ് ഓരോരോ സാന്നിധ്യങ്ങൾ ഓരോരോ ഷേപ്പിൽ തരാറുണ്ട്. ഫ്ലവേഴ്സിൻ്റെ, ഉണ്ണീശുവിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പ്, പ്രാവിൻ്റെ ഷേപ്പ്, ഈശോയുടെ തിരുമുഖം, അമ്മ മാതാവ് ഉണ്ണീശുവും കൂടെ എടുത്തു വച്ചിരിക്കുന്ന രൂപം, അങ്ങനെ ഓരോരോ 7 ഗോൾഡൻ ലെറ്റർ അതൊക്കെ കിട്ടാറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെ ആകാശത്തോളം മുട്ടമുള്ള ഒരു ചർച്ചിൽ, ആകാശത്തോളം ഉയരമുള്ള ഒരു ചർച്ചിൻ്റെ മുന്നിൽ അമ്മ മാതാവ് ക്രീം കളർ ഡ്രസ്സിൽ ക്രീം കളർ പ്രകാശത്തോടു കൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, ഞാൻ താഴെ നിൽക്കുന്ന അമ്മ എന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈശോയെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. മക്കൾക്ക് എന്തെങ്കിലും പനി, ചുമ, അങ്ങനെ എന്ത് അസുഖങ്ങൾ വന്നാലും പണ്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഒത്തിരി ഓടിയിട്ടുണ്ട് മക്കളെയും കൊണ്ടിട്ട്. ഇപ്പം ഞാൻ എല്ലാ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അവരുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരാറുണ്ട് അമ്മ മാതാവ് ഈശോയും കൂടെ. ഞങ്ങൾക്ക് തരുന്ന ഈ മഹാനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്താ കൂടി നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ ഈ സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് അനന്ത കൂടി നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒന്നുകൂടി ഞങ്ങളുടെ ബ്രദർ വിജയകുമാർ സാറിനും ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചുകളും എനിക്ക് ഉടമ്പടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ടായിരിക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. മരിയൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ വേദനകളെയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. തകർന്ന ഹൃദയങ്ങളിൽ ആശ്വാസത്തിലും സൗഖ്യത്തിനുമായി അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ സാധിക്കുന്നത്. ദൈവം നമ്മുടെ മുറിവുകൾ കാണുന്ന ഒരു ദൈവമാണ്. നമ്മുടെ മറച്ചു വെച്ച വേദനകൾ പോലും ദൈവത്തിന് മുൻപിൽ മറഞ്ഞിട്ടില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ വേദന, ജീവിത പ്രശ്നങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, രോഗാവസ്ഥകൾ, നിറവേറാത്ത സ്വപ്നങ്ങൾ ഉടമ്പടിയിൽ നമ്മുടെ മുറിവുകൾ കൃപയായി മാറ്റുകയാണ് ഈശോയും അമ്മയും കൂടി. വേദനകളെല്ലാം ഓരോ സാക്ഷ്യമായിട്ടാണ് പിന്നീട് നാം കേൾക്കുന്നതും കാണുന്നതും. ഇപ്പോൾ നമ്മൾ സാക്ഷ്യം ഷെയർ ചെയ്ത് പ്രിജി ശ്രീകുമാർ എന്ന മകളുടെ സാക്ഷ്യമാണ്. ഈ മകൾ പറഞ്ഞു നിർത്തിയത് സ്വർഗീയ ജീവിതം ഭൂമിയിൽ അനുഭവിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. കൃപാസനം ഉടമ്പടിയിലൂടെ ആദ്യമായി ഈ മക്കൾ കടന്നു വന്നത് സാധാരണ ഒരു യൂട്യൂബിൽ കൂടിയാണ്. യൂട്യൂബിൽ കൂടി കൃപാസനത്തെ പറ്റി അറിയുകയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അമ്മ ഇവർക്കൊരു സിഗ്നൽ കൊടുത്തു, ഒരു അടയാളം കൊടുത്തു. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ദുരന്തം വരാൻ പോകുന്നു എന്നൊരു മെസ്സേജുമായിട്ടാണ് അമ്മ വന്നത്. ഈ കുടുംബം ഇവിടെ വന്നപ്പോഴും അമ്മ ഒരു അടയാളം കൊടുത്തിരുന്നു. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയെത്തിയ ആ അമ്മയുടെ സ്റ്റാച്യു ആണ് ഈ സൈഡിൽ നമുക്ക് കാണാം. അവിടെയാണ് ഈ മക്കൾ പ്രാർത്ഥിച്ച് പിന്നീട് നോക്കി പോകുന്ന വഴിക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ലൈറ്റില്ല, മുഴുവൻ ഒരു അന്ധകാരമാണ്. അപ്പോഴേ ഇവർക്ക് മനസ്സിലായി എന്തോ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. ദുരന്തം വരാൻ പോകുന്നു എന്ന മെസ്സേജ് നൽകിയ അമ്മ തന്നെയാണ്
പെട്ടെന്ന് ആ മുറിയിൽ അന്ധകാരം നൽകിയപ്പോൾ ഇവർക്ക് എന്തോ ഒന്നും മനസ്സിലായി, എന്തോ അമ്മ വെളിപ്പെടുത്തുകയാണ് എന്ന്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് അതെന്താണെന്ന്. ലൈറ്റ് ഓഫ് ആയപ്പോൾ കാണിച്ചു കൊടുത്ത അന്ധകാരമാണ് പിന്നീട് മനസ്സിലായത് അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു ക്യാൻസർ എന്ന അസുഖമാണ്, അതും 2nd സ്റ്റേജ് ആണെന്നാണ്. പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊബൈലിൽ നിയോഗങ്ങൾ 6 നിയോഗം എഴുതേണ്ടതാണ്. പക്ഷേ ആ സമയത്ത് ഒരു നിയോഗം എഴുതി അമ്മയുടെ സൗഖ്യപ്പെടുത്തണമേ എന്നുള്ളൊരു നിയോഗം എഴുതിയപ്പോൾ ഡോക്ടർ വന്നു. അത് അറിയാതെ തന്നെ ക്ലിക്കാവുകയും ആ ഒരു നിയോഗം മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഓൺലൈൻ ഉടമ്പടിയായിട്ട് നിയോഗം സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ തന്നെ പ്രാർത്ഥന തുടങ്ങി. മൊബൈലിൽ വിശ്വാസ പ്രമാണം സെർച്ച് ചെയ്തപ്പോൾ അത് കിട്ടിയില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് കിട്ടിയത്. ആ പ്രാർത്ഥന ചൊല്ലി എന്നും പ്രാർത്ഥിച്ചു. പിന്നീട് ആരോ തന്ന ഉപ്പുണ്ടായിരുന്ന കയ്യിൽ തേനും ഉപ്പും ഉപയോഗിച്ച് പ്രതിഷ്ഠീകരണത്തിന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം. പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിൽ തന്നെ ശരീരത്തിൽ സോഫ്റ്റായ ഒരു പാർട്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ സുഖപ്പെടുത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അതെൻ്റെ അമ്മ തന്നെയാണെന്ന്. മെഡിക്കൽ ടെസ്റ്റിൽ ലിവർ അബ്നോർമാലിറ്റീസ് കണ്ടപ്പോൾ ലിവർ ക്യാൻസറാണ്, ലിവറിൻ്റെ ഒരു പോർഷൻ റിമൂവ് ചെയ്യണം, 90% കൺഫേമാണ് ക്യാൻസർ. ആ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി രാവിലെയും വൈകുന്നേരവും വളരെ പ്രത്യാശയോടുകൂടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേൾക്കുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും ഏറ്റെടുത്തത്. സങ്കീർത്തനം 94:18 വചനം പറയുന്നത്, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്നാണ്. നാം വഴുതിപ്പോകുന്ന നിമിഷമായപ്പോൾ ആ നിമിഷങ്ങളിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലാണ്, ആ കരമാണ് ഇവരുടെ ജീവിതത്തിലും ഈ മക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അച്ഛൻ്റെ ധ്യാന സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ മക്കൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ ഒരിക്കൽ കൂടി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ അവിടെയും തടസ്സമാണ്, ഒരു ശക്തമായ മഴയാണ്. അമ്മ പറഞ്ഞു എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്. പക്ഷെങ്കിൽ മകൾ പറഞ്ഞു നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാം. അന്ന് ആ ശക്തമായ മഴ ഒരു വലിയ തടസ്സമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഇത്രയും നാൾ ടെസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ ഡയറക്ഷൻ മാറ്റി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഉടമ്പടി, ഉടനടി പരിഹാരം. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മയാണ്. തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നതും മുറിവുകൾ വെച്ച് കെട്ടുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും അമ്മ എപ്പോഴും നമ്മുടെ മനസ്സിന് നമ്മുടെ വിശ്വസ്തതയ്ക്കും അനുസരിച്ചുള്ള ഒരു വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ്, ആ പ്രശ്നങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. തകർന്ന ഹൃദയങ്ങൾ സൗഖ്യമാക്കണമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ മുറിവുകൾ കർത്താവിൻ്റെ കൃപയാൽ സുഖപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാതെ താങ്ങി നിർത്തുന്നത് ഉടമ്പടിയിലൂടെയാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവകൃപ, ദൈവക്കാത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്, നമ്മെ സൗഖ്യപ്പെടുത്തുന്നതും. മരിയൻ ഉടമ്പടി ദൈവത്തിനോടുള്ള ആ ആത്മീയ ബന്ധമാണ്. ആ ആത്മീയ ബന്ധത്തിലൂടെയാണ് നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും ഈശോയും അമ്മയും നൽകുന്നത്. അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി എന്ന വചനം ഉടമ്പടി മക്കളുടെ ജീവിതാനുഭവമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയുമല്ല, ഇവർക്ക് എവിടെ പോയാലും നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണമുണ്ട്. എന്തു തന്നെയായാലും സാഹചര്യങ്ങളും അപകടങ്ങളിലുമെല്ലാം താങ്ങിക്കൊള്ളുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉടമ്പടി തീഷ്ണതയോടെ ജീവിക്കുമ്പോൾ മെഴുകുതിരിയിൽ പോലും, മെഴുകുതിരിയിലൂടെയാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഞാൻ നിന്നെ കൂടി ഉണ്ട് മകളെ മകനെ എന്ന് പറയുന്ന ആ സാന്നിധ്യമാണ് തിരിയിലൂടെ ഹൃദയത്തിൻ്റെ രൂപത്തിലും തിരുക്കുടുംബത്തിൻ്റെ രൂപത്തിലും ഫ്ലവറിൻ്റെ രൂപത്തിലുമൊക്കെ അമ്മയെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ദുർബലതകളുമായി കൃപാസനം നമ്മുടെ സന്നിധിയിലെത്തുമ്പോൾ
അമ്മ നമ്മെ കൃപയുടെ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കും ആ കരുണയുടെ, ഈശോയുടെയും അമ്മയുടെയും അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫ്രഞ്ചി ശ്രീകുമാറിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.